15 വർഷം മുൻപ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരത്തിൽ മത്സരാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടി. 1.5 പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ കുട്ടി വളർന്ന തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി. സംസ്ഥാന സ്കൂൾ കലോത്സവം വീണ്ടും കൊല്ലത്തെത്തുമ്പോൾ ഉദ്ഘാടന വേദിയിലെ മുഖ്യാതിഥിയായി ആ പെൺകുട്ടിയുടെ പേര് നിഖില വിമൽ എന്നാണ്. അതേക്കുറിച്ച് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. വർഷം 2008 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആതിഥേയരായ മറ്റൊരു മുഹൂർത്തം. കലോത്സവ വേദിയിലേക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും നൃത്താധ്യാപികയായ അമ്മ കലാമണ്ഡലം വിമലാദേവിക്കും സാമൂഹ്യ പ്രവർത്തകനായ അച്ഛൻ MR പവിത്രനുമൊപ്പം കേരള നടനത്തിൽ മത്സരിക്കാൻ ഒരു കൗമാരക്കാരിയെത്തി. കലാമണ്ഡലം ഗോപകുമാറായിരുന്നു കേരള നടനം അന്ന് ആ കുട്ടിയെ പരിശീലിപ്പിച്ചത്. RLV പ്രദീപായിരുന്നു നൃത്തഗുരു. കേരള നടനത്തിലും പിന്നീട് മോണോ ആക്ടിലും അന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് മടങ്ങിയ അവളുടെ പേര് നിഖില വിമൽ. നിഖില പിന്നീട് ഭാഗ്യദേവതയിലൂടെ സിനിമയിലേക്ക് ചുവടുവെച്ചു. തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ താരമായി അവൾ മാറി. 15 വർഷങ്ങൾക്കിപ്പുറം കൊല്ലത്ത് വീണ്ടും മറ്റൊരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങൊരുങ്ങി. ആശ്രാമം മൈതാനത്ത് ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യാതിഥിയായി നിഖില വിമൽ എത്തിയത് കാലമൊരുക്കിയ മറ്റൊരു കൗതുകമാണ്. പഴയ കലോത്സവ ഓർമ്മകൾ നിഖില കേരള വിഷൻ ന്യൂസുമായി പങ്കുവച്ചു. ഇല്ല, ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്ന് എൻ്റെ ഫസ്റ്റ് കലോത്സവമാണ്. 2008 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് കലോത്സവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പം തിരിച്ച് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് ഇത്രയും ആൾക്കാരെ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ നമുക്കതൊരു വേറൊരു മൊമെൻ്റ് ആണല്ലോ. നമുക്ക് എപ്പോഴും ഇനി എപ്പോഴും നമ്മളുടെ ഒരു ഓർമ്മയായിരിക്കും ഈ ഒരു മൊമെന്റ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി നിഖില എത്തുമ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകതയുമുണ്ടായി. നിഖിലയുടെ അമ്മ കലാമണ്ഡലം വിമലാദേവി തന്റെ ശിഷ്യയുമായി പരിശീലകയുടെ റോളിൽ ഈ കലോത്സവത്തിനെത്തി. മകൾ മുഖ്യാതിഥിയായി എത്തിയ കലോത്സവത്തിൽ തന്നെ താൻ പരിശീലിപ്പിച്ച ശിഷ്യ ആദിത്യ സഹദേവൻ മത്സരാർത്ഥിയായി എത്തുന്നതിന്റെ സന്തോഷം കലാമണ്ഡലം വിമലാദേവിയും പങ്കുവച്ചു. കുട്ടികളെ കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ മകള് തന്നെ മുഖ്യാതിഥിയെ വരുന്നൊരു പരിപാടിയിൽ പങ്കെടുത്ത ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ കുറേ കുട്ടികളുണ്ടോ? ടീച്ചറെ ഇപ്പം പരിശീലിപ്പിച്ച കുട്ടികൾ കുറേ ഉണ്ടോ? എനിക്കൊരു ഹയർ സെക്കൻഡറി ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ നിഖിലയുടെ നൃത്ത അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത് കുറവാണ്. എന്നാലും തിരക്കൊക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്യുമല്ല എന്ന് പറഞ്ഞ് ചെയ്യാറില്ല. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഒരുക്കിയ ജയൻ സ്മൃതിവേദിയിൽ അമ്മയുടെ ശിഷ്യ ഭരതനാട്യത്തിൽ മത്സരിക്കുന്നത് കാണാൻ നിഖില എത്തിയിരുന്നു. ഇതിനുശേഷമാണ് കൊത്തുനിന്നും നിഖില പുതിയ സിനിമയായ ഗുരുവായൂരമ്പല നടയിലിന്റെ ലൊക്കേഷനിലേക്ക് മടങ്ങിയത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.